സെക്ഷൽ പവർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്ഷലായിട്ടുള്ളൊരു വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയണ ഒരു പൊതുവായിട്ടുള്ളവരാണ് ടെസ്റ്റോസ്റ്റിറോൺ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ആൾക്കാർ പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്, ഡോക്ടർ ടെസ്റ്റോസ്റ്റിറോൺ നോർമലാണല്ലോ പക്ഷേ എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരോട് പറയുന്ന കാര്യം ടെസ്റ്റോസ്റ്റിറോൺ മാത്രമല്ല സെക്ഷലി നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അതൊരു ഹോർമോണാണ്, അത് തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. പക്ഷെ അത് ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ സെക്ഷൽ പവറിന് വീക്ക്നെസ് ഉണ്ടാക്കുന്നത്. അത് ഏതൊക്കെയാണ് നമുക്കിന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈറ്റ് ഉറക്കമാണ്, വൈകിട്ടുള്ള ഉറക്കം. വൈകിട്ടുള്ള ഉറക്കം നമ്മൾ എന്താണ് വൈകിട്ടുള്ള ഉറക്കം എങ്ങനെയാണ് സെക്ഷൽ പ്രോബ്ലംസിനെ എഫക്റ്റ് ചെയ്യണമെന്നുള്ള ആലോചിക്കും. വൈകിട്ട് ഉറങ്ങുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നാണ്, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരികയാണ്. നമ്മുടെ ബോഡി റിപ്പയറിങ് മൂഡിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ടോട്ടലി നമുക്ക് റെസ്റ്റ് കിട്ടേണ്ട, പുതുതായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ ബോഡിയുടെ വേസ്റ്റ് മെക്കാനിസം പോലും, കാരണം പല ഭാഗത്തുള്ള വേസ്റ്റ് മാറ്റിയിട്ട് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്ന, അല്ല മസിൽസ് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ ചില സമയത്ത് വണ്ടികളൊക്കെ സർവീസിനിട്ടിട്ട് കാണുന്നില്ല, കൃത്യമായ മെയിൻ്റെനൻസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യും, അത് നമുക്ക് പറഞ്ഞ പീരീഡ് അല്ലെങ്കിൽ അതിനേക്കാൾ ഓവറായിട്ട് എൻജിൻ പ്രൊട്ടക്ഷനും ടയറിനും എല്ലാ കാര്യങ്ങൾക്കും എഫക്റ്റ് കിട്ടണം. എന്ത് സംഭവിക്കണം, ഈ പറഞ്ഞ രൂപത്തിലുള്ള മെയിൻ്റെനൻസ് നിർബന്ധമാണ്. ഇതേ മെക്കാനിസം നമ്മുടെ ബോഡിക്കും അത്യാവശ്യമാണ്. ലേറ്റായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ വൺസ് ഇൻ മന്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ 1-2 ദിവസങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. തുടർച്ചയായിക്കൊണ്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ അത് വ്യാപകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ശരീരത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്താണ്? ഞാൻ ഒരുപാട് വീഡിയോകൾ കൃത്യമായിട്ട് ഇത് പറഞ്ഞതാണ് ഈ പ്രശ്നം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. കാരണം എന്താണ്, ഈ പറഞ്ഞ രൂപത്തിൽ ലേറ്റായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി നോർമലി രാത്രിയാകുന്നതനുസരിച്ചിട്ട് ഈ പറഞ്ഞ കോർട്ടിസോൺ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ അളവ് കുറഞ്ഞു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബോഡി പതിയെ ഉറക്കത്തിൻ്റെ മൂഡിലേക്ക്, സ്ലീപ്പിംഗ് മൂഡിലേക്ക് പോകും. പക്ഷേ ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിപ്പോൾ പുറത്ത് പോയിട്ട് ഫിലിം കാണാൻ അല്ലെങ്കിൽ പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് ഡേ ടൈമിലേക്ക് കോർട്ടിസോൾ അളവ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കോർട്ടിസോൾ അളവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോഡി തെറ്റിദ്ധരിക്കുക എന്താണ്, പുള്ളിക്ക് എന്തോ ഒരു എമർജൻസി ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നാണ് ബോഡി മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എൻജോയ് ചെയ്യാണ്. പക്ഷെ ബോഡിയും തലച്ചോറും എന്താണ് മനസ്സിലാക്കുക, തല തിരിച്ചാണ് മനസ്സിലാക്കുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, കോർട്ടിസോളിൻ്റെ ലെവൽ ഹൈ ആവും. അങ്ങനെ എന്ത് ചെയ്യും, എന്തെങ്കിലും പ്രശ്നം വരുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈ മൂഡ് എന്നതിന് പറയാം. അതായത് എന്തെങ്കിലും പ്രശ്നം വരികയാണ് നേരിട്ട് അടിക്കുക, അല്ലെങ്കിൽ അടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മുങ്ങുക. ആ 2 തരത്തിലാണ് അതിനെ നോർമലി നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു മെക്കാനിസം, അത് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഒന്നുകിൽ അടിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഓടിയിട്ട് എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂഡിലാണ് ബോഡിയുടെ മൈൻഡും കാര്യങ്ങളും ഉണ്ടാവുക. ഈ ഒരു സെറ്റിങ്സിലേക്ക് വരുമ്പോൾ എന്താവും, നമുക്ക് തന്നെ അറിയാം, ഫ്ലൈറ്റ് മോഡിൽ ഓൺ ആയി കഴിഞ്ഞാൽ യാതൊരുവിധ കണക്ഷൻസും നമുക്ക് ഉണ്ടാവില്ല, മെസ്സേജ് കിട്ടൂല, എല്ലാ റീൽസ് കാണും, ഒക്കെ സ്റ്റോപ്പ് ആവും. അതുപോലെ ബോഡി ബാക്കിയുള്ള എല്ലാ മെക്കാനിസം ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റും. നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, നോർമലി ഉള്ള ഒരു കാര്യങ്ങൾ, തമാശകൾ പോലും പറയാൻ പറ്റില്ല, മൊത്തം മൂഡ് ചേഞ്ച് ആയിരിക്കും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമലി ഈ പറഞ്ഞ സെക്ഷൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ബോഡി ബ്ലഡ് വെസൽസിലൊക്കെ ഹൈ ഗ്ലൂക്കോസ് ആയിരിക്കും കൂടുതലായിട്ട്. ഈ പറഞ്ഞ ഇത് തന്നെയാണ് ഇതിൻ്റെ സെക്കൻഡറി എഫക്റ്റ്. എന്താണ്, ഡയബറ്റിക്കിലേക്ക് പോകും. തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്താൽ ഫാറ്റി ലിവറിലേക്ക് പോകും, കാർഡിയോവാസ്കുലർ ഡിസീസിലേക്ക് പോകും. ഒരുപാട് അസുഖങ്ങളുടെ അടിസ്ഥാന കാരണമാണ് ഈ വൈകി ഉറങ്ങുക എന്നുള്ള ബുദ്ധിമുട്ട്. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യും, സ്ട്രെസ്സും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും ബോഡിയിൽ. ഇത് നമ്മുടെ സെക്ഷൽ ലൈഫിനെ ഗുരുതരമായിട്ട് ബാധിക്കും. നോർമലി നമ്മളിപ്പോൾ അടുത്ത 2020 നടന്ന റിസർച്ച് പറയണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സെക്ഷൽ പ്രോബ്ലംസ് നോർമലി 1/3, 3-ൽ 1 പുരുഷന്മാർക്ക് ഒന്നല്ലെങ്കിൽ പ്രീമച്വർ ഇജാക്കുലേഷൻ ആയാലും, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയാലും, ലൈംഗിക താല്പര്യക്കുറവായാലും, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രയാസം കണ്ടുവരാറുണ്ട് യുവാക്കൾക്ക്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട് ഓഫ് കോസ് പറയുന്നത് ഉറക്കവും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രെസ്സ്, ലെസ് ഫിസിക്കൽ ആക്ടിവിറ്റീസാണ്. ഈ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത്. ഈ 3 കാരണങ്ങൾ നിങ്ങൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിർബന്ധമായിട്ടും ഉണ്ടാവുന്നതാണ്. ഇത് കേവലം ഈ പറഞ്ഞ സെക്ഷൽ ലൈഫിന് മാത്രമല്ല, നമ്മുടെ ടോട്ടൽ ലൈഫിന് ഇത് ബാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം നോക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്നത് നോക്കുക. അതൊരു ജസ്റ്റ് നോർമലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്ന സമയത്ത് ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ എത്തില്ല. കാരണം എന്താണ്, നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു സാധനങ്ങൾ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ വേസ്റ്റ് ആയാലും എന്തായി കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ചെയ്യുന്നില്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ കൃത്യമായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കില്ല.
അത് അവിടെ കെട്ടിക്കിടക്കും. ഇതേ മെക്കാനിസമാണ് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ഇല്ലെങ്കിൽ അവസ്ഥ സംഭവിക്കും. സർക്കുലേഷനിൽ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ പെൽവിക് ഓർഗൻസിലും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടിലൊന്നും പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ഉണ്ടാവില്ല. എന്ത് ചെയ്യും? അവിടെയുള്ള മസിൽസിന് കൃത്യമായിട്ടുള്ള സ്റ്റിമുലേഷനോ അല്ലെങ്കിൽ പവറും ഗ്രാജുവലി കുറഞ്ഞു വരും. അതോടൊപ്പം തന്നെ ഈ പതിയെ ഇറിറ്റൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ വീക്ക്നെസ്സിലേക്ക് തന്നെ പോകും. അതോടൊപ്പം തന്നെ എല്ലാ വീക്ക്നെസ്സിലേക്കും സ്റ്റാർട്ടിങ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടുകയാണെങ്കിലോ സർക്കുലേഷൻ കൂടുകയാണ്, മസിൽസ് സ്ട്രെങ്ത് വരികയാണ്. ഈ പ്രൈവറ്റ് ഏരിയയിലേക്ക് കൂടുതലായിട്ട് പിന്നെ ഈ പറഞ്ഞ 18-ലെ വേറൊരു റിസർച്ച് അനുസരിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർ ചെയ്തിരുന്ന മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്ത സമയത്ത് അവർ ചെയ്തിരുന്നത് ഈ പറഞ്ഞ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു കൂട്ടം പേഷ്യൻ്റെ പേരിൽ നടത്തിയ റിസർച്ച് ആയിരുന്നു. പക്ഷെ അതിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുക മാത്രമല്ല ചെയ്തത്, ആ ഡയറ്റ് ഫോളോ ചെയ്യും കൃത്യമായ ഫിസിക്കൽ വർക്ക് ചെയ്തവരിൽ 30 to 40% ED ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെ ED പ്രശ്നങ്ങൾ യാതൊരുവിധ മെഡിസിൻസും ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി എന്നുള്ളതാണ്. ചില പേഷ്യൻസ് ഒന്ന് ചോദിക്കാം, ഡോക്ടർ ഇതിന് എന്താണ് മെഡിസിൻസ് എന്ന് ചോദിക്കാറുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കും, ഡോക്ടർ ഇങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന്. അപ്പം ഞാൻ അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി അറിഞ്ഞ ശേഷം അവരോട് പറയും, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റണം, ഇന്ന ശൈലികൾ മാറ്റിക്കഴിഞ്ഞാൽ ഇന്നതാണ് നിങ്ങളുടെ റൂട്ട് ഓഫ് കോസ് എന്ന് പറയുമ്പോൾ ചില പേഷ്യൻസ് അംഗീകരിക്കാറുണ്ട്. ചിലത് പറയും, ഡോക്ടർ ഇത് ഒരുപാട് കാലമായിട്ടുണ്ട്, മെഡിസിൻസ് കമ്പൽസറി എന്ന് പറയും. അപ്പോൾ അവരോട് പറയും, നിങ്ങൾക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയും, ഇല്ലെങ്കിൽ മെഡിസിൻസ് എമർജൻസിയാണ് മെഡിസിൻസും കൊടുക്കും. അപ്പം അതിന് ഫസ്റ്റ് പറയുന്ന കേസുകൾ അവരോട് പറയുമ്പം അവർ തന്നെ ചേഞ്ച് ചെയ്യുന്ന കേസിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ 1 month കഴിഞ്ഞ് വിളിക്കും. വീണ്ടും കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഡോക്ടർ ഇപ്പം നല്ല ചേഞ്ചസ് ഉണ്ടെന്ന് പറയും. ടോട്ടലി കംപ്ലീറ്റ് മാറിയെന്നല്ല, ആദ്യത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ റുട്ടീൻസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. വർക്കിംഗ് ടൈം എന്ത് ചെയ്യുക, പറ്റുന്ന ആളാണെങ്കിൽ അവരോട് പറയും നൈറ്റ് പരമാവധി ഒഴിവാക്കാൻ പറയും. നൈറ്റ് കമ്പൽസറി ആയിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഉറക്ക് വരുത്താൻ പറയും. അപ്പോൾ ഈ രൂപത്തിൽ ക്രമീകരിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും പ്രോട്ടീൻ ഉൾപ്പെടുത്തുക, അതുപോലെ രാത്രിയത്തെ വളരെ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ശീലം മാറ്റിക്കൊണ്ട് നേരത്തെ ഫുഡ് കഴിക്കുക. അതൊക്കെ നമ്മൾ അറിയാതെ ഇൻഡയറക്റ്റായിട്ട് ബോഡിക്ക് ഓവർലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നോർമൽ മെക്കാനിസങ്ങളും റിപ്പയറിംഗ് നടക്കില്ല. ലേറ്റായിട്ട് കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് എന്നാണ് ഒരു എമർജൻസി ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പലയിടത്തും നമ്മൾ ഫണ്ട് വാങ്ങും. അതുപോലെ ഗ്ലൂക്കോസ് ഓൾറെഡി ബോഡിയിൽ ബ്ലഡിൽ ഉണ്ടാവും, ഹൈ ലെവലായിരിക്കും. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ ബോഡി എന്ത് ചെയ്യും, വീണ്ടും മസിൽസിനെയും കൂടിയും മസിൽസിൽ നിന്ന് പ്രോട്ടീൻസ് കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പതിയെ എന്താ സംഭവിക്കുക, മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ക്യാഷ് അക്കൗണ്ടിലുള്ള ക്യാഷിന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമ്മുടെ കയ്യിലുള്ളത് മാറി അക്കൗണ്ടിൽ നിന്ന് മിനിമം ബാലൻസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളത് കെയർ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം എന്നല്ല. പക്ഷേ ഇതാകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ശ്രദ്ധിക്കില്ല. കാരണം എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് മസിൽ സ്ട്രെങ്ത് എന്നാണ് ഈ സാധനങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങാത്തതിൻ്റെ ഫൈനായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഗുരുതരമായ കാര്യമാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ആ പറഞ്ഞ കാര്യം നമുക്കൊക്കെ നമ്മുടെ റുട്ടീനൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു 1/2 hour അങ്ങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈലി അത് എഫക്റ്റീവായിരിക്കും. വളരെയധികം നമുക്ക് ചേഞ്ചസ് അത് ഫീൽ ചെയ്യും. ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടല്ല, മിനിമം 2 months ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 30% ചേഞ്ചസ് ഉണ്ടാവും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്കറിയാം എന്താണ്, നമ്മുടെ പ്രശ്നങ്ങൾ ഒരാളായിട്ട് പരസ്പരം പങ്കുവെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പണ്ടൊക്കെ നമുക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. ഇന്ന് ചിലപ്പോൾ ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളുള്ള ആൾക്കാരുണ്ടാവും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷേ ഡയറക്റ്റായിട്ട് നമുക്കൊരു കാര്യം സംസാരിക്കാനുള്ള ഒരു ഫ്രണ്ട് പോലും ഇല്ലാത്ത, ഒരു യഥാർത്ഥ സുഹൃത്ത് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ പുള്ളി അനുഭവിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ, സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പാരൻസിനോട് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. പക്ഷേ നമുക്കതൊരു സുഹൃത്തിനോട് പറയാൻ പറ്റും, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നമ്മളെ പ്രയാസങ്ങൾ കുറഞ്ഞു വരും. അതില്ലാത്തതാണ് ഇന്ന് യുവാക്കൾക്കിടയിലുള്ള വ്യാപകമായിട്ടുള്ള മൂന്നാമത്തെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ഈ പറഞ്ഞ സെക്ഷൽ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഹോർമോൺ കൂടും, ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോൺ വരുമ്പോൾ എന്ത് ചെയ്യും, മൊത്തം സിസ്റ്റം നേരത്തെ എന്താണ് ഫ്ലൈറ്റ് ഓർ ഫൈ മൂഡിലേക്ക് മാറും. അപ്പോൾ ആ സമയത്ത് നേരത്തെ പറഞ്ഞത് എന്താണ്, നമ്മളിപ്പോൾ ഫ്ലൈറ്റിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, ഫ്ലൈറ്റ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാവിധ കണക്ഷൻസും ഡിസ്കണക്ട് ആയി. അപ്പോൾ അതുപോലെ അപ്പോൾ ആ സമയത്ത് എന്തില്ല, വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല, യൂട്യൂബ് ഒന്നുമില്ല, സ്ക്രോളിംഗ് ഒന്നുമില്ല. ആ സമയത്ത് എന്താണ്,
ബാക്കിയൊക്കെ മാറണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും, ഇപ്പോൾ മക്കൾ സംസാരിക്കുകയാണെങ്കിൽ മക്കളോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, വൈഫിനോട് സ്നേഹത്തോട് പെരുമാറാൻ പറ്റാത്ത അവസ്ഥ, എല്ലായിടത്തും പ്രശ്നമായിരിക്കും. നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു ലൈഫ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്താണ്, എല്ലാ ഭാഗങ്ങളും പ്രശ്നമാണ്. ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസ് പ്രശ്നമാണ്, ഫാമിലി പ്രശ്നമാണ്, അതുപോലെ ഫ്രണ്ട് സർക്കിളിൻ്റെ പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 കാരണങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം മറ്റേ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു നല്ലൊരു സുഹൃത്തിന് 1-2 സുഹൃത്ത് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫിസിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പൽസറി ആയിട്ട് ഒരു 1 hour മാറ്റി വെക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് ഉറക്കം പൂർണ്ണമായിട്ട് മാറ്റി വെക്കുക. ഞാൻ തന്നെ ഒരുപാട് കാലം ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങിയ സമയത്ത്, എനിക്കത് മനസ്സിലായ സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ 3 കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുന്ന ഒരു ഷേക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ലോ ഫാറ്റുള്ള പാല് വാങ്ങിക്കൊണ്ട് അതിലൊരു 4 ഈത്തപ്പഴവും അതോടൊപ്പം 3 അത്തിപ്പഴവും ഒരു 5 പിസ്തയും ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അതിനെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ സർക്കുലേഷൻ കൂട്ടുകയും മൈൻഡ് വളരെ പതിയെ നോർമലായി കിട്ടുകയും ചെയ്യും. അതോടൊപ്പം നിർബന്ധമാണ് ഈ 3 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ നിങ്ങൾ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കാര്യമില്ല. കാരണം അത് ടെമ്പററി എഫക്റ്റ് മാത്രമായിരിക്കും. നമുക്ക് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ റൂട്ട് ഓഫ് കോസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അത് മനസ്സിലാക്കാൻ പറ്റാത്ത കേസാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. അതിനുശേഷം കൺസൾട്ടിങ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്നറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രയാസം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.